ഹായ്, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എ ക്യാൻ ഡു എ വർക്ക് ഇൻ 8 days, ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 days. ഇൻ ഹൗ മെനി ഡേയ്സ് ഇഫ് ബോത്ത് എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് ദി സെയിം വർക്ക്? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുക. ചോദ്യം എന്താ? എ ക്യാൻ ഡു വർക്ക് ഇൻ 8 days. എ എന്ന് പറയുന്ന ആൾക്കൊരു വർക്ക് ചെയ്യാൻ 8 ദിവസം വേണം. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 10 days. ബിക്ക് വർക്ക് ചെയ്യാനായിട്ട് 10 ദിവസം വേണം. എങ്കിൽ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പല മെത്തേഡുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആദ്യം ഞാനൊരു LCM മെത്തേഡ് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? LCM മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ 8ൻ്റെയും 10ൻ്റെയും LCM കണ്ടുപിടിക്കും. 8ൻ്റെയും 10ൻ്റെയും LCM എത്രയാണ്? LCM ഓഫ് 8 and 10 നമുക്കറിയാം 40 എന്ന് കിട്ടും. 40. 8ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറയുന്നത് 40 ആണ്. LCM കാണാൻ നിങ്ങൾക്കറിയാമല്ലോ. 8ൻ്റെയും 10ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 40 ആണ്. ആ 40 നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. ടോട്ടൽ വർക്ക് എത്രയാണ്? 40 എന്ന് എടുക്കുക. അപ്പോൾ ആകെ എന്ത് ചെയ്യും? എക്ക് ഒരു വർക്ക് ചെയ്യാൻ 8 ദിവസം വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എക്ക് 40 വർക്ക് ചെയ്യാൻ 8 ദിവസം വേണം. ബിക്ക് 10 ദിവസം വേണമെന്ന് പറഞ്ഞാൽ ബിക്ക് 40 വർക്ക് ചെയ്യാൻ 10 ദിവസം വേണം. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും? എയുടെയും ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എന്നറിയാമോ? എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 40/8. ടോട്ടൽ വർക്കിനെ ഡേ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എഫിഷ്യൻസി ചെയ്യാം. 40നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 വർക്ക്. ഇതാണ് എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 40, ടോട്ടൽ വർക്ക് 40 ആണ്. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4 വർക്ക്. ഇതാണ് എയുടെയും ബിയുടെയും എഫിഷ്യൻസികൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എ 8 ദിവസം, ഒരു ദിവസം 5 വർക്ക് വീതം 8 ദിവസം കൊണ്ട് 40 വർക്ക് തീർക്കും. ബിയോ ഒരു ദിവസം 4 വർക്ക് വെച്ച് 10 ദിവസം കൊണ്ട് 40 വർക്ക് തീരും. ഇങ്ങനെയാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്താ? എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നില്ല ചോദ്യം. അപ്പോൾ എയും ബിയും കൂടെ വർക്ക് ചെയ്യാനായിട്ട് നോക്കിക്കേ, എയും ബിയും കൂടെ എത്ര വർക്ക് ഉണ്ട്? മൊത്തം 40 വർക്കാണ് ചെയ്യാനുള്ളത്. 40 / ടോട്ടൽ വർക്കിനെ എയും ബിയും കൂടെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എയുടെയും ബിയുടെ എഫിഷ്യൻസി എടുക്കുക. എയുടെയും ബിയുടെ എഫിഷ്യൻസി 5 + 4 9 എന്ന് കിട്ടും. അപ്പോൾ 40 നമ്മൾ എന്ത് ചെയ്യുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 40. എഫിഷ്യൻസി എയുടെയും ബിയുടെ എഫിഷ്യൻസി 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസറായി. 40നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 40 5 പ്രാവശ്യം, 4 പ്രാവശ്യം. 40 4 പ്രാവശ്യം. 9 × 4 36. റിമൈൻഡർ എത്ര കിട്ടി? 4. നമ്മളിനി എന്ത് ചെയ്യുക? ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കുവാണെങ്കിൽ കിട്ടിയ ആൻസർ എത്രയാണ്? 4. ആ 4 ആദ്യം എഴുതുക. കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 4. അത് നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ആദ്യത്തെ ഡിനോമിനേറ്റർ 9 അത് തന്നെ എഴുതുക. ആൻസർ എത്ര കിട്ടി? 4/9 ഡേയ്സ് എന്ന് കിട്ടും. ആൻസർ 4/9 ഡേയ്സ്. ആൻസർ ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. 4/9 ഡേയ്സ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എന്താ LCM മെത്തേഡ് വെച്ചാൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഇങ്ങനെയാണ്. എന്ന് പറയുന്ന ആൾക്കൊരു വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാൻ X ഡേയ്സ്, ബി എന്ന് പറയുന്ന ആൾക്ക് വർക്ക് ചെയ്യാൻ Y ഡേയ്സ്, അങ്ങനെയാണ് എയും ബിയും കൂടെ വർക്ക് ചെയ്യാൻ, എയും ബിയും കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ XY / X + Y ഡേയ്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. XY / X + Y ഡേയ്സ്. അപ്പോൾ എക്സ് എത്ര ഇവിടെ? 8 ദിവസം. എയ്ക്ക് 8 ദിവസം, വൈക്ക് 10 ദിവസം. ഡിവൈഡ് ബൈ 8 + 10. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 80/18. 80നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 80നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 2 കോമൺ ഫാക്ടറാണ്. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 എന്ന് കിട്ടും. 18നെ 2 കൊണ്ട് കഴിച്ചാൽ 9 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 40/9 ഡേയ്സ്. ഈ 40/9 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4/9 ഡേയ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെക്കുക. എക്ക് X ഡേയ്സ്, ബിക്ക് Y ഡേയ്സ്. അപ്പോൾ എയും ബി ഒരുമിച്ച് ചെയ്യാനായിട്ട് XY / X + Y ഡേയ്സ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 4 days. ഇഫ് എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 12 days, ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ കംപ്ലീറ്റ് ദി സെയിം വർക്ക്? അപ്പോൾ എയും ബിയും കൂടെ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എയും ബിയും കൂടെ വർക്ക് ചെയ്യാനായിട്ട് 4 ദിവസം എടുക്കും. എയും ബിയും കൂടെ ഒരു വർക്ക് ചെയ്യാൻ 4 ദിവസം എടുക്കും. എയും ബിയും കൂടെ വർക്ക് ചെയ്യാൻ 4 ദിവസം എടുക്കും. ഇനി എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും എന്ന് പറഞ്ഞേക്കുന്നത്? എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദി സെയിം വർക്ക് ഇൻ 12 days. അപ്പോൾ നോക്കിക്കേ, എയും ബിയും കൂടെ വർക്ക് ചെയ്യാൻ 4 ദിവസം,
എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാൻ 12 ദിവസം. അങ്ങനെ ബി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 4ൻ്റെയും 12ൻ്റെയും LCM കാണുക. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ 4ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12ആണ്. 4ൻ്റെയും 12ൻ്റെയും LCM 12ആണ്. LCM കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാണാനറിയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. 4ൻ്റെയും 12ൻ്റെയും LCM എത്രയാണ്? 12. അപ്പം LCM കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ വർക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി, എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ വേണ്ടി ടോട്ടൽ വർക്കിനെ എയും ബിയും കൂടെ എടുക്കുന്ന ദിവസം 4 അല്ലേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12/4 3 വർക്ക്. ഇതാണ് എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി. ഇനി എയുടെ മാത്രം എഫിഷ്യൻസിയോ 12 വർക്ക് ചെയ്യാൻ 12 ദിവസം. എഫിഷ്യൻസി 12/12 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, എയും ബിയും കൂടെ 3 വർക്ക് ചെയ്യും, എ ഒറ്റയ്ക്ക് 1 വർക്ക് ചെയ്യും ഒരു ദിവസം. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയിൽ നിന്നും എയുടെ എഫിഷ്യൻസി കുറച്ചാൽ പോരെ ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ? അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ൽ നിന്നും 1 കുറച്ചാൽ എത്ര കിട്ടി? 2 വർക്ക്. ബിയുടെ എഫിഷ്യൻസി 2. നമ്മുടെ ചോദ്യം എന്താ? ബിക്ക് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണമെന്നല്ലേ? ബിക്ക് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? ബിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി 12ന് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി എത്ര? 12/2 6 ദിവസം. ആൻസർ ഏതാണ്? ഓപ്ഷനിൽ ആൻസർ ഇല്ല. ആൻസർ 6 എന്നാണ് ആൻസർ കേട്ടോ. 6 ആണ്, 6 ഡേയ്സ് ആണ് ആൻസർ കേട്ടോ. 6 ഡേയ്സ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, എ പ്ലസ് ബി, എയും ബിയും കൂടി ഒരു വർക്ക് ചെയ്യാനായിട്ട് X ഡേയ്സ് എടുക്കും. എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് Y ഡേയ്സ് എടുക്കും. എയും ബിയും കൂടെ X ഡേയ്സ്, എ ഒറ്റയ്ക്ക് Y ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസമാണ് XY ഡിവൈഡ് ബൈ Y മൈനസ് X ഡേയ്സ്. മറന്നു പോകരുത്, എയും ബിയും കൂടെ X ഡേയ്സ്, എ ഒറ്റയ്ക്ക് Y ഡേയ്സ്. അങ്ങനെ എയും ബിയും കൂടെ ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? XY ഡിവൈഡ് ബൈ Y മൈനസ് X ഡേയ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ സ്ഥാനത്ത് 4, വൈയുടെ സ്ഥാനത്ത് 12. ആൻസർ 12 മൈനസ് 4 എത്ര കിട്ടി? 4 × 12 ഡിവൈഡഡ് ബൈ 8. 4 × 2 അല്ലേ 8, 12/2 അല്ലേ 6. ആൻസർ എത്ര കിട്ടി? 6 ഡേയ്സ്. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അടുത്ത എക്സാം നമുക്ക് ഉറപ്പായിട്ടും പാസ്സാകാം. താങ്ക് യു.